ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീതാസ് വേൾഡ്. ഇന്ന് നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസ് കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഒരു തോരൻ കറി കണ്ടാലോ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയത്. കിലോയ്ക്ക് 50 രൂപയാണ് ഇവിടെ. അന്നജം, വിറ്റാമിൻ, പ്രോട്ടീൻ, നാരുകൾ എന്നിവയുടെ കലവറയാണ് ഗ്രീൻ പീസ്. ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തെ സഹായിക്കുകയും മലബന്ധത്തെ തടയുകയൊക്കെ ചെയ്യും. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാവേ. ഇതിൻ്റെ കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ നഖം കൊണ്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. അതിൻ്റെ കുരുവൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ കുറച്ചൊരു ഹാർഡാണ്, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാൻ. വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് ഗ്രീൻ പീസ്. ഇത് കണ്ടോ, ഇത് തുറന്നു കഴിയുമ്പം ഈ ബിസ്ക്കറ്റൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണാൻ നല്ല ഭംഗിയില്ലേ. തൊലി കളഞ്ഞ ഗ്രീൻ പീസ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ വളരെ കാലം കേടാകാതിരിക്കും. ഏകദേശം ഒരു പകുതി ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നഖത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കളർ മാറ്റം, ഒരു കറ പോലെ കണ്ടത്. പിന്നെ ഞാൻ കത്രികയിലായി ബാക്കി പ്രയോഗം. കുഴപ്പമില്ല കേട്ടോ, കത്രികയും കൊണ്ടായാലും നല്ല സ്പീഡിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. വെറുതെ നമ്മുടെ നഖത്തിൻ്റെ ഭംഗി കളയുണ്ടല്ലോ. ഇതുപോലെ കേടായതോ കളർ മാറിയതായിട്ടുള്ള കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇതുകൊണ്ടോ പുഴുവുണ്ട് അതിനുള്ളിൽ. അപ്പം ഞാൻ ഗ്രീൻ പീസിൻ്റെ പകുതിയോളം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വാരിയെടുക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ചൂടായിട്ടുള്ളൊരു പാനിൻ്റെ അകത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ടു, പിന്നെ കറിവേപ്പില, ചെറുതായിട്ട് എരിഞ്ഞ ഉള്ളി, 2-3 പച്ചമുളക്. നമുക്ക് എരിവ് കുറച്ച് മതി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഗ്രീൻ പീസിന് ഒത്തിരി വേവില്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവും. അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മൂടി തുറന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.